ഞാൻ ഏത് ലാംഗ്വേജിലാണ് എടുക്കേണ്ടത്? പല സ്റ്റേറ്റ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ സ്റ്റേറ്റല്ലേ ഉള്ളൂ. ഇല്ല, മലയാളം മതിയല്ലോ. ഓക്കെ. സോ അറിയാനാ, കാരണം ചിലരുടെ മൾട്ടി സ്റ്റേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. സോ നമ്മള് ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തതിന്. ഇത് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയത്തിലോട്ടാണ് ഇപ്പോൾ ഡോക്ടർ ബീന ഇങ്ങനെ നമ്മളെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ കോവിഡിനെ പറ്റി ബേസിക് നോളജ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ആ നോളജിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോവിഡ് മെഡിക്കൽ സിറ്റുവേഷൻ മാത്രമല്ല, മറ്റ് പല രോഗങ്ങളും എല്ലാവരും പറയും മെഡിക്കൽ സിറ്റുവേഷൻ, ഡോക്ടർ നഴ്സ് ഒക്കെ മതി. പക്ഷെ ഇത് സോഷ്യൽ സിറ്റുവേഷനുമാണ്. അതിന് പുറമെ അപ്പൊ സോഷ്യൽ ഇന്റർവെൻഷൻസ് വേണം. അതുപോലെ നമ്മൾ ഓഫീസ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ, ഓഫീസ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഇന്റർവെൻഷൻസ് അല്ലെ എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻസ് അത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബിഹേവിയറൽ ഇന്റർവെൻഷൻ, സോഷ്യൽ എന്ന് വെച്ചാൽ എല്ലാം ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ്. ഓഫീസിനകത്ത് എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻസും ഇന്റർവെൻഷൻസും പലതും നമുക്ക് ലോ കോസ്റ്റിലും ഒക്കെ ചെയ്ത് നമ്മുടെ ഓഫീസിനെ സേഫ് ആക്കാം. ഇത് ഇനി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് ഞാൻ ഡെഫിനറ്റ്ലി പറയുക. കോവിഡ് ബാറ്റിൽ ഉടനെ തീരുന്നില്ല, ഇറ്റ് വിൽ കീപ് ഓൺ ഗോയിങ്. ആൻഡ് ഇതൊരു വൈറസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഫാർ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ലെങ്കിലും ചില കൺട്രീസിൽ അതിന്റെ സ്ട്രെയിൻസ് മാറി എന്നൊക്കെയുള്ള നമ്മൾ റിപ്പോർട്ട്സ് കേട്ടിട്ടുണ്ട്. സെക്കൻഡ് വേവ്സ് വരുന്നു, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇപ്പോൾ സെക്കൻഡ് വേവ് വരുന്നു. അങ്ങനെ മുതലായ കാര്യങ്ങൾ പലതും നടക്കും. ഇപ്പൊ ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇമ്മ്യൂണിറ്റി കിട്ടും. യെസ്, ചിക്കൻ പോക്സിനും മീസിൽസിനൊക്കെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി അത് രണ്ടാമത് വരില്ല. കോവിഡ് ഒരു നോവൽ വൈറസ് ആണ്, കൊറോണ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതിന് എക്സ്പെക്ട് ചെയ്ത് അത്രയും ഒരു ഇമ്മ്യൂണിറ്റി അത് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണുന്നില്ല. ഒരു ട്രാൻസിയന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പൊ തോന്നുന്നത്. നമുക്ക് ഡെഫിനറ്റ്ലി പറയാനായിട്ടില്ല, ബിക്കോസ് വി ആർ സ്റ്റിൽ ഒബ്സർവിങ് ആൻഡ് സ്റ്റഡി. അതുകൊണ്ട് അത് ആ സ്റ്റേറ്റിലിരിക്കുന്നു. നമ്മൾക്ക് ഇപ്പോ ഒരു നമ്മൾ വരുന്ന ഓഫീസിൽ വരികയും പോയി ചെയ്യുന്ന ഓഫീസ് സേഫ്റ്റിയെ പറ്റി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിനു മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, ചില മിസ്കോൺസെപ്റ്റ്സ് ബേസിക്കലി ക്ലിയർ ചെയ്യേണ്ടതുള്ള ഒന്ന്, ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു മിസ്കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കോവിഡ് നമ്മൾ ചുമക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ പകരുന്നു. നമ്പർ 1. പല സ്ഥലങ്ങളിലും മലിനമായ സ്ഥലങ്ങളിലും അതുകൊണ്ട് ഇപ്പൊ ചുമക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ അങ്ങനെ തെറിച്ച മൈക്രോസ്കോപ്പിക് സ്രവങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊട്ട സ്ഥലങ്ങളിൽ ഇത് നമ്മൾ അത് പതിഞ്ഞ സ്ഥലം നമ്മൾ തൊട്ടിട്ട് അവിടെ നിന്നും കിട്ടും. അപ്പൊ അത് ആണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈ കഴുകണം, അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യും. ഈ ചുമക്കുകയും തുമ്മുകയും ചെയ്തതിന് പുറമെ നമ്മൾ സംസാരിക്കുമ്പോൾ പകരുന്നത് പലരും റിലേറ്റ് ചെയ്തിട്ടില്ല. സംസാരിക്കുമ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന ഇവിടെ ശബ്ദപേടകം അല്ലെ ലാറിങ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ ലാറിങ്സ്. അപ്പൊ ഇവിടെ അതിനകത്ത് വോക്കൽ കോഡ് എന്ന സാധനമുണ്ട്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട്, എക്സ്ട്രീംലി ഫാസ്റ്റ് ആയി വൈബ്രേറ്റ് ചെയ്താണ് ഇവിടുന്ന് സ്വരം ജനറേറ്റ് ചെയ്യും. ആ സ്വരത്തിനെ നമ്മൾ വോയിസ് ആക്കി മാറ്റുന്നത് നമ്മുടെ നാക്കും ചുണ്ടും വായിന്റെ ഉൾവശവും എല്ലാം ഉപയോഗിച്ചാണ് നമ്മളതിനെ സ്പീച്ച് ആക്കി മാറ്റുന്നത്. സ്വരം വരുന്ന ഇവിടുന്നാണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആസ്മയ്ക്ക് ആൾക്കാർ അറിയാലോ, നെബുലൈസ് ചെയ്യുക, കൊണ്ടുപോയിട്ട് മിസ്റ്റ് അടിക്കുന്ന സൂത്രമുണ്ടല്ലോ, അത് നെബുലൈസർ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ള ഒരു മിസ്റ്റ് വരില്ലേ, നമ്മളതിനെ തെറ്റിയിട്ട് ആവി എന്ന് പറയാറുണ്ട്. നമ്മൾ മലയാളികളെല്ലാം അതിനെ വിളിക്കുന്ന ഒരു കോമൺ പേരാണ്. ആസ്മ വന്നു, ഹോസ്പിറ്റലിൽ പോയി ആവി പിടിച്ചു. ഇറ്റ് ഇസ് നോട്ട് ആവി. ആസ്മയ്ക്ക് ഇങ്ങനെ വരുന്നത് ആവിയേ അല്ല. ആവി ഈക്വൽസ് സ്റ്റീം. സ്റ്റീം എന്ന് വെച്ചാൽ വെള്ളം 100 ഡിഗ്രിയിലെത്തി തിളച്ചിട്ട് പിന്നെ വരുന്ന വേപ്പറാണ് സ്റ്റീം. ഇത് ആവിയല്ല, ഇത് കോൾഡ് മിസ്റ്റ് ആണ്. തണുത്ത വെള്ളത്തിൽ നിന്ന് തണുത്തൊരു ഇത് മഞ്ഞ് രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ വരുന്നതാണ്, മിസ്റ്റ് വരുന്നതാണ്. നമ്മൾ സാധാരണ മഞ്ഞ് തണുപ്പത്ത് കാറ്റത്ത് മഞ്ഞാണല്ലേ, ചുറ്റുപാടുള്ള വയലിന്റെ മുകളിലൊക്കെ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ വരുന്നത്. അപ്പൊ ഇത് ആവിയല്ല. പക്ഷെ നമ്മൾ പറഞ്ഞിപ്പോ അങ്ങനെ ആവി ആയിപ്പോയി അതിന്റെ പേര്. ഇതുപോലത്തെ ഒരു മിസ്റ്റ് സൂപ്പർ ഫൈൻ ആയിട്ട് നമ്മുടെ വായിന്റെ ചുറ്റും വന്ന് പരിസരത്ത് നമ്മുടെ അടുത്തുള്ള ഏരിയയിൽ ഒരു 1 ഫുട്ട് 2 ഫുട്ട് ഒക്കെ അത് ചിലപ്പോൾ കാണും. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാ നേരത്തും മാസ്കിന് എന്ന് വേണമെന്ന് പറയുന്നത് ചില ബേസിസ് ആണ്. നമ്മളിങ്ങനെ പിന്നെ സ്പേസ് വേണമെന്ന് പറയുന്നത്. ഈ അടുത്ത ആൾ നിൽക്കുകയാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മിസ്റ്റ് വലിച്ചു കയറ്റിയാൽ ഒരാൾക്ക് കിട്ടാം. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്നത് എത്രത്തോളം ഉറക്കെ സംസാരിക്കുന്നു അത്രത്തോളം ഈസി ആയിട്ട് ഇത് അങ്ങനെയും പകരാം. അപ്പൊ അതൊരു കോമൺ ഒരു അറിവില്ലായ്മ ഞാനൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാണ്. സോ പിന്നെ സംശയങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. ഞാൻ ആദ്യം ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. സോ ദാറ്റ് വി നോ വെയർ ടു ഫോക്കസ്, വാട്ട് ടു ഡു ആൻഡ് വാട്ട് ചേഞ്ചസ് ടു മേക്ക്. ഒന്ന്, അപ്പൊ ഓഫീസിലേക്ക് വരുന്നു. ഓഫീസിലേക്ക് വരുമ്പോൾ വീക്കം അല്ലെ, എങ്ങനെയാ വരുന്നത്? പല വിധത്തിൽ വരുന്നവരുണ്ടാവും. സ്വന്തമായിട്ട് അവരവരുടെ ഒരു വാഹനത്തിൽ വരുന്നവരുണ്ടാവും. ഏതെങ്കിലും ഇപ്പോഴത്തെ ഈ ഇതൊക്കെ ഓഫീസൊക്കെ ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഈ കോമൺ ആയിട്ട് ഹയർ ചെയ്ത് വെച്ച ചില മിനി ബസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടാവും. ട്രെയിനിൽ സർവീസ് തുടങ്ങിയ ട്രെയിനിൽ വരുന്നവർ കാണും. പിന്നെ ഓഫീസ് കാറിൽ വരുന്നവർ കാണും. ചിലപ്പോൾ ഓഫീസ് വണ്ടി തന്നെ വരുന്നു, അപ്പൊ ഓഫീസ് കാർ യൂസ് ചെയ്യുന്നവർ കാണും. ഇതിൽ ഏതിൽ വരുമ്പോഴും ഇതെല്ലാം മൾട്ടിപ്പിൾ പീപ്പിൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ അതിൽ റിസ്ക് ഉണ്ട്. അവരവർ മാത്രം ഉപയോഗിക്കുകയോ അവരുടെ ഫാമിലി മെമ്പർ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ അതിന് റിസ്ക് താരതമ്യേന കുറവാണ്.
മറ്റ് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ അതിന്റെ സീറ്റിൽ നിന്നോ ഇൻസൈഡ് ഹാൻഡിൽസ്. മതി മതി, അത് ചോദിക്കാൻ പറയണേ. ഡോക്ടർ നിർത്തുമ്പോ നന്നായിരുന്നല്ലേ? ട്രാൻസ്പോർട്ടിന്റെ ആ മെത്തേഡ് അനുസരിച്ച് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പബ്ലിക് വെഹിക്കിളിലേക്ക് ബസ് ഓർ മിനി ബസ് ഓർ സംതിങ് അതിൽ വരികയാണെങ്കിൽ നമ്മൾ കഴിയുന്നത്ര അതിനകത്ത് കയറി കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ പല സ്ഥലത്ത് തൊടുന്നുണ്ട്. അത് തൊടാതെ കൈ കഴിയുന്നത്ര മടിയിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു രീതി. കാരണം ഞാൻ ഇത് എടുത്തു പറയാൻ റീസൺ, നമ്മൾ ബസ്സിനകത്തൊക്കെ ഇരിക്കുമ്പോൾ മുമ്പിലത്തെ ഈ ഹാൻഡിൽ ബാറിൽ മുമ്പിലത്തെ സീറ്റിന്റെ കമ്പിയിൽ പലപ്പോഴും പിടിച്ചിരിക്കും. പലരും സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നെങ്കിൽ ജനലിന്റെ ആ ബാറിലും ഒക്കെ പിടിച്ചിരിക്കും. സോ കൈ എവിടെയൊക്കെ തുടങ്ങും അവിടെ നിൽക്കാൻ മാലിന്യം വരാം കയ്യിൽ. അപ്പൊ കഴിയുന്നത്ര ഒന്നും തൊടാതെ നമ്മൾ കൈ മടക്കി കയ്യിലിരിക്കുക. നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് ശരി, നമ്മൾ ഹാൻഡിൽ ബാറൊക്കെ തൊടുന്നത്, പക്ഷെ അത് മിനിമൈസ് ചെയ്യാം. അങ്ങനെ അതുപോലെ ഇറങ്ങുമ്പോഴൊക്കെ കഴിയുന്നത്ര നമുക്ക് അല്ലാതെ അങ്ങ് ഇറങ്ങാമെങ്കിൽ ഇറങ്ങുക, ഇതിലൊന്നും കഴിയുന്നതൊക്കെ തൊടാതെ. എങ്ങനെയാണെങ്കിലും വാഹനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യു ആർ ലീവിങ് എ പബ്ലിക് വെഹിക്കിൾ, ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ സാനിറ്റൈസർ നമ്മുടെ കയ്യിൽ വേണം. കാരണം അവിടെ സോപ്പ് ആൻഡ് വാട്ടർ ഫീസിബിൾ അല്ല ബസ് ഇറങ്ങുന്നിടത്തിലൊന്നും. അപ്പൊ സാനിറ്റൈസർ 2 ഡ്രോപ്പ് എടുത്ത് കൈ തുടയ്ക്കേണ്ട രീതിയിൽ തന്നെ ക്ലീൻ ആക്കുക. അതായത് കൈ ജസ്റ്റ് ഇങ്ങനെ തേച്ചാൽ പോരാ, നമുക്കറിയാണ്ട് കൈയിന്റെ ഇതിന്റെ വേണം, ഫിംഗർ മുഴുവൻ വേണം, ഇടയ്ക്കുള്ള സ്പേസ്, തമ്പ് മുഴുവൻ വേണം, ഫിംഗർ ടിപ്പ് വേണം, റിസ്റ്റ് വേണം, തമ്പ്, ഇത്രയും ഏരിയ ഫ്രണ്ടും പിന്നെ ബാക്കിലും ഈ മുട്ടും ഈ ഇവിടുത്തെ നക്കിൾസ് എല്ലാം ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാം. 20 seconds കൊണ്ട് ഡ്രൈ ക്ലീൻ ആക്കുക സാനിറ്റൈസ് യൂസ് ചെയ്ത്. അപ്പൊ ഇതാണ് ട്രാൻസ്പോർട്ടിൻ്റെത്. ഇൻകമിങ് ട്രാൻസ്പോർട്ട് അകത്തോട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഓഫീസിൽ വന്നാൽ നമ്മൾ ഓഫീസ് കാറുകളോ ഓഫീസ് വെഹിക്കിളോ ഉപയോഗിച്ച് മറ്റു വല്ല കാര്യങ്ങൾക്ക് ഇറങ്ങണ്ടേ ഉണ്ടെങ്കിൽ അതിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കയ്യിൽ. അപ്പൊ എല്ലാ വാഹനങ്ങളിലും ഓഫീസ് വാഹനങ്ങളിലെല്ലാം ഈ സാനിറ്റൈസർ വേണം. ഡ്രൈവേഴ്സിനൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വേണം. ഏതാള് ഓഫീസറായ ശരിക്കും ആരാണെങ്കിലും കയറുമ്പോൾ ഇത് കയ്യിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കയറ്റാവൂ. അതുപോലെ ഡ്രൈവേഴ്സ് സ്പെയർ ടൈമിൽ അവരുടെ വണ്ടിയുടെ ഔട്ട്സൈഡ് ഹാൻഡിൽസ് മുതലായ കാര്യങ്ങളെല്ലാം ഡിസിൻഫെക്റ്റന്റ് ഈ ആൽക്കഹോൾ സാനിറ്റൈസർ അല്ല, ലൈസോൾ അല്ലെ ഫീനോൾ മുക്കിയ ഡിസിൻഫെക്റ്റന്റ് കൊണ്ട് മുക്കി തുടയ്ക്കുന്ന ഒരു ശീലം ഇടയ്ക്ക് ചെയ്യുന്ന ഒരു ശീലം. ഇത് നമ്മൾ പണ്ട് കണ്ടു കാണും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ ഈ ടാക്സി സ്റ്റാൻഡുകളിൽ നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ടാക്സികൾ ചുമ്മാ നിൽക്കുന്ന വണ്ടികളിൽ ആ ഡ്രൈവേഴ്സ് പലപ്പോഴും മഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ ശീലം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇത് നമ്മൾ കാണാറുള്ള കാഴ്ചയാണ്. കാരണം അവരുടെ വണ്ടി ഇങ്ങനെ നല്ല മിനിങ്ങിയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു മഞ്ഞ തുണി കൊണ്ട് തുടച്ച് എപ്പോഴും ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീൻ കാണാറുണ്ട്. അതുപോലെ ഇപ്പൊ ഈ ഡോർ ഹാൻഡിൽസും മറ്റ് പബ്ലിക് തൊടാവുന്ന ഭാഗങ്ങളും ചെയ്താൽ വണ്ടി കുറച്ചുകൂടെ സേഫ് ആവും. അതുപോലെ സീറ്റ്, പാസഞ്ചർ കയറുന്ന സീറ്റും കൂടെ ഇതുപോലെ ചെയ്താൽ വളരെ നല്ലൊരു കാര്യം. സോ ഇതാണ് വാഹനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് എൻട്രി പോയിന്റ്. ഓഫീസിൽ കയറുന്ന പോയിന്റിൽ എന്താണ്? ഓഫീസിൽ കയറുന്ന പോയിന്റിൽ ടെമ്പറേച്ചർ ചെക്ക് ഉണ്ട്. അത് മാത്രം പോരാ, പനി ഇതുണ്ടോ എന്ന് നോക്കിയോണ്ട് ആൾക്കാർ പാരസെറ്റമോൾ തിന്ന് വരാം, അതൊന്നും. ഇനി ഇതെല്ലാം ചില പനി ഇല്ലാത്ത ആൾക്ക് മറ്റ് സിംറ്റംസ് വല്ലതും ഉണ്ടോ എന്നൊരു കാഷ്വൽ ചോദ്യം നല്ലതാണ്. സോ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, മേലുവേദന, ക്ഷീണം, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, ജലദോഷം, ചുമ, അപ്പൊ അവർക്ക് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിക്കുക. മണമില്ലായ്മ, രുചിയില്ലായ്മ, കോവിഡ് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം കൂടി ചോദിച്ചാൽ ചില ആൾക്കാർ അവിടെ ഒന്ന് അറയ്ക്കും. അപ്പൊ വി ക്യാൻ സേ അതൊന്ന് പരിശോധിച്ചിട്ട് മതി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മതി എന്നുള്ളത്. പിന്നെ ഓഫീസ് എൻട്രിയിൽ രജിസ്റ്റർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിരിക്കണം. അതിൽ എൻട്രി കറക്റ്റായി ചെയ്യുന്നുണ്ടോ, ഫോൺ നമ്പർ മുതലായത് ഫോർ ഫർദർ കോൺടാക്ട്സ്. സോ വിസിറ്റേഴ്സിനെ അങ്ങനെ ചെയ്യാം. വിസിറ്റർ നമ്പർ തന്നെ കുറയ്ക്കാമെങ്കിൽ വളരെ നല്ലത്. സോ സ്റ്റാഫ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ചെക്ക് ചെയ്ത് കയറുന്നു. വിസിറ്റേഴ്സ് ആണെങ്കിൽ ഈ സിംറ്റംസ് എല്ലാം ചോദിക്കുന്നു, രജിസ്റ്റർ നമ്പറിൽ ഫോൺ കൂടെ അന്നേരം എഴുതണം. വിസിറ്റേഴ്സിന്റെ എണ്ണം പൊതുവെ കുറയ്ക്കുന്നതാണ് നല്ലത്. കഴിയുന്നത്ര ഇടപാടുകൾ നെറ്റ് വഴിയോ ഫോൺ വഴിയോ തീർത്തിട്ട് നേരിട്ട് വരുന്ന വിസിറ്റേഴ്സിനെ കുറയ്ക്കുക. പേഴ്സണൽ വിസിറ്റേഴ്സ് ആരെയും വരികയാണെങ്കിൽ കഴിയുന്നത്ര ഓഫീസിനകത്ത് പ്രവേശിക്കാതെ ഇങ്ങനെ ഒരാൾ വന്നു സെക്യൂരിറ്റി ആരെയും പറയുകയാണെങ്കിൽ നമ്മൾ ഓഫീസിനോട് നമ്മൾ 2ാം നിലയാണെങ്കിൽ ശരി 3ാം നിലയാണെങ്കിൽ ശരി, ഇറ്റ് ഇസ് സേഫർ ഫോർ യു ആൻഡ് ഫോർ അതേഴ്സ്. അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് ആ ഗേറ്റ് മുറ്റത്ത് വെച്ച് കാണുക. കാരണം മുറ്റം ഒരു ഓപ്പൺ സ്പേസ് ആണ്. നേരത്തെ നിങ്ങളുടെ DG ശ്രീ വെങ്കടേഷ് പറയുന്നത് കേട്ടു, അതിൽ ഈ മുറി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഷോർട്ട് ഫോം പറയാം. 3 C's, 3 C. ക്ലോസ്ഡ് സ്പേസ്, കൺഫൈൻഡ് സ്പേസ്, ക്രൗഡഡ് സ്പേസ്. മുറ്റത്തിറങ്ങിയ ഇത് 3ഉം അല്ല, ക്ലോസ്ഡും അല്ല, കൺഫൈൻഡും അല്ല, ക്രൗഡും മുറ്റത്ത് കുറവാണ്. അകത്താണെങ്കിൽ ഇതെല്ലാം പെട്ടുപോകും. ക്ലോസ്ഡും ആയിരിക്കും, അത് കൺഫൈൻഡും ആയിരിക്കും, അവിടെ ക്രൗഡും കുറച്ചുകൂടെ കാണും. അതുകൊണ്ട് മുറ്റം ഇസ് ഫാർ മോർ സേഫ് ദാൻ. സോ ആര് വന്നാലും, ഒരു പരിചയക്കാർ വന്നാൽ പോലും ഇപ്പം നമ്മൾ പുറത്തിറങ്ങി വരിക, നമുക്ക് എക്സസൈസുമായി സേഫ്റ്റിയും അതിനകത്ത് കൂടും. സോ അതാണ് വിസിറ്റേഴ്സിന്റെ പോളിസി. ഇനി അകത്ത് വന്നാൽ ഒരു ഓഫീസിന് കയറി കഴിഞ്ഞാൽ ലോബി ഏരിയയിൽ ഈ ലോബീസ് എല്ലാം അവിടെ എല്ലാം വെയിറ്റിംഗ്. അപ്പൊ ആരെങ്കിലും ഒരാളെ ലോബിയിൽ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വെയിറ്റിംഗ് ചെയറുകളും മറ്റു കാര്യങ്ങളും ഇതെല്ലാം സാനിറ്റൈസ്ഡ് ആയിരിക്കണം. അതിന് യൂസ് ചെയ്യുന്നത് ഫേർണിച്ചറിനാണെങ്കിൽ ലൈസോൾ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ഫീനോൾ, ലൈസോൾ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മുക്കി തുടക്കിയാണ് ഫർണിച്ചർ.
തറ, ചുമര് മുതലായ സ്ഥലങ്ങളിൽ ലോബി ആയിക്കോട്ടെ, ഓഫീസിനകത്തുള്ള ഫ്ലോറുകളായിക്കോട്ടെ, ഏത് സ്ഥലത്താണെങ്കിൽ ശരി 1% ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷനാണ്. സോ 1% ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സയന്റിഫിക്കായി പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിന് 6 ടീസ്പൂൺ ആണ് അളവ്. പക്ഷേ 1 ലിറ്റർ വെള്ളം കൊണ്ടല്ല ഒരു ഓഫീസ് മുഴുവൻ തുടയ്ക്കാൻ സാധിക്കുക. അപ്പൊ അത് ചെയ്യുന്ന ആരാ? ക്ലീനിങ് സ്റ്റാഫ് ആയിരിക്കും. അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ നമ്മളൊന്ന് കാലിബ്രേഷൻ കാണിച്ചു കൊടുക്കണം. ആരെങ്കിലും ഒരാൾ റെസ്പോൺസിബിൾ ആയിരിക്കണം ഓഫീസ് സേഫ്റ്റിക്കും ഇൻഫെക്ഷൻ കൺട്രോളിനും. ആ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ആള് ഇതിന്റെ പ്രോട്ടോകോൾസ് എല്ലാം എഴുതി, മലയാളത്തിലും ഒക്കെ എഴുതി എല്ലാ സ്ഥലത്തും വെക്കുക, എങ്ങനെയാണ് കലക്കുന്നത്. ഇപ്പൊ ബക്കറ്റ്സ് കാലിബ്രേറ്റഡ് ആയിരിക്കണം. ബ്ലീച്ചിങ് പൗഡർ എടുക്കുന്ന ടിന്ന് അല്ലെങ്കിൽ പാത്രം അതും കാലിബ്രേറ്റ്. എത്ര ഇതിൽ 10, 20, 30 അങ്ങനെ സ്പൂണിന്റെ കണക്ക് കാലിബ്രേറ്റ് ചെയ്യുക. ബക്കറ്റ് 5 ലിറ്റർ, 10 ലിറ്റർ, 15 ലിറ്റർ എന്ന് പറഞ്ഞ് ബക്കറ്റും കാലിബ്രേറ്റ് ചെയ്യുക. സോ ദാറ്റ് കലക്കുന്ന ആൾക്ക് കറക്റ്റ് ആയിട്ട് തെറ്റിക്കാതെ കലക്കാം. ബ്ലീച്ചിങ് പൗഡറിന്റെ അളവ് കൂടുന്നത് നല്ലതല്ല, കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഗുണമില്ലാണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റായി തന്നെ കലക്കണം. അത് ക്ലീനിങ്ങിനാണ്, ലോബിന്റെ ക്ലീനിങ്ങും ഒക്കെ. ചുമര് എല്ലാത്തിനും ഇത് സെയിം സാധനം യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ ലോബിയിൽ നിന്ന് യൂഷ്വലി അകത്തോട്ട് പോകുമ്പോൾ എപ്പോഴും സ്റ്റെയർ കേസുകൾ കാണും, ചിലപ്പോൾ ലിഫ്റ്റുകൾ കാണും. സ്റ്റെയർ കേസ്, ലിഫ്റ്റ് ഒക്കെ എങ്ങനെയാണ്? എല്ലാ സ്ഥലത്തും ഈ സെയിം ആൽക്കഹോൾ സൊല്യൂഷനോ താഴത്തെ ഫ്ലോർ ആണെങ്കിൽ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. സ്റ്റെയർ കേസിൽ കൂടെ കയറി പോകുന്ന ആൾക്കാർ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു ശീലം, അതിന്റെ ഹാൻഡ് റെയിൽ പിടിച്ചാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുക. അപ്പൊ അത് ചെയ്യാതെ നമ്മൾ കൈ എവിടെയും തൊടാതെ വേണം കയറി പോകാൻ. ചുമരിലോ ഈ റെയിലിങ്സിലോ തൊടാതെ പോകുന്ന ഒരു ശീലം കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. ബിഹേവിയർ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ ലിഫ്റ്റിന്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം ഒബ്സർവ് ചെയ്യുക. എല്ലാവരും ലിഫ്റ്റിന്റെ ബട്ടൺ ഞെക്കിയിട്ട് ആ ചുമരിൽ ഇങ്ങനെ കൈ അവിടെ ഇങ്ങനെ പതിച്ച് നിൽക്കുക. അത് മാറണം. ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ നമ്മൾ ഫിംഗർ ടിപ്പ് കൊണ്ട് ഞെക്കാതെ കൈന്റെ ബാക്ക് കൊണ്ട് ഞെക്കിയാൽ കുറച്ചും കൂടെ സേഫാണ്. ഒന്ന്, ചില സ്ഥലത്ത് വേറെ ഇന്നോവേഷൻസ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ അകത്ത് കയറിയാലും ആ ലിഫ്റ്റിനകത്ത് ക്രൗഡ് വരാത്ത രീതിയിൽ ആൾക്കാരുടെ എണ്ണത്തിന് നിജപ്പെടുത്തുക. അകത്ത് കയറി കഴിഞ്ഞാൽ ലിഫ്റ്റിന്റെ ആ ചുമരുകളിൽ ചാരാതിരിക്കുക. ബാക്ക് വെച്ചോ കൈ വെച്ചോ ചാരാതെ നേരെ നിൽക്കുന്നത് നല്ലത്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ആണ്. ബട്ട് എവറി ലിറ്റിൽ തിങ് മേക്സ് യുവർ ഓഫീസ് മോർ സേഫ് ദാൻ ഏർലിയർ. സോ ഓരോ ബിഹേവിയർ ചേഞ്ചും 1 more അഡീഷണൽ പോയിന്റ് ഓഫ് സേഫ്റ്റിയിൽ കൊണ്ടുവരും നിങ്ങളെ. സോ ധൈര്യമായി, കുറച്ചും കൂടെ ധൈര്യമായിട്ട് നാളെ ഈ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ധൈര്യമായി നിങ്ങൾക്ക് തിരിച്ചു വൈകുന്നേരം വീട്ടിലോട്ടും കുടുംബത്തോട്ടും പോകാം. ഇവിടെ നിന്ന് ഞാനത് കിട്ടിക്കൊണ്ടുവരില്ല എന്നുള്ള ധൈര്യത്തിൽ. സോ അത് ലിഫ്റ്റിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇനി ഓഫീസ് ഫ്ലോറുകളൊക്കെ ആകുമ്പോൾ ഒരു കാര്യം, അവിടെ ഫ്ലോർ എന്ന് വെച്ചാൽ ഒരു 1ാം നില, 2ാം നില, 3ാം നില എന്നൊക്കെ പറയുമ്പോൾ കഴിയുന്നത്ര ഈ AC എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുക. ജനലുകൾ ഏതൊക്കെ ഉണ്ട് തുറന്നു വെക്കുക. ഏതെങ്കിലും ക്യാബിൻസ് ഉണ്ടെങ്കിൽ ഈ ക്യാബിനൊക്കെ ഡോറ് കാണും. ആ ഡോറ് സാധാരണ സ്പ്രിംഗ് ലോഡറാണ്. ഇപ്പോഴത്തെ അലുമിനിയം ഗ്ലാസ് ഡോറുകളൊക്കെ സ്പ്രിംഗ് ലോഡറാണ്. സ്പ്രിംഗ് ലോഡഡ് ഡോർ ആണെങ്കിൽ ഓരോ ആളും കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അതിൽ തൊട്ട് ഇങ്ങനെ തള്ളി കയറുമ്പോഴേക്കും അത് പിന്നെയും അടയും. ഇറങ്ങുമ്പോൾ പിന്നെയും അതിൽ പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ. സോ ഓരോ ആളും സ്റ്റാഫ് മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തന്നെ ഇതിൽ പലപ്പോഴും തൊടേണ്ടി വരും. ആ റൂം യൂസ് ചെയ്യുന്ന ആൾ കയറുമ്പോൾ ഇതേപോലെ തൊടേണ്ടി വരും. ദെയർഫോർ ഗുഡ് ഐഡിയ ഇഫ് യു ക്യാൻ റിലീസ് ദറ്റ് സ്പ്രിംഗ്, ആൻഡ് അത് വളരെ ഈസിയായി ചെയ്യാവുന്ന കാര്യമാണ്. ഡോർ തുറന്നു വെച്ചേക്കുക. സോ ദാറ്റ് ഈ തൊട്ടോണ്ടിരിക്കാൻ ഡോർ ഇങ്ങനെ ടച്ച് ചെയ്യാതിരിക്കാൻ. വി ആർ കൺസേൺഡ് അബൌട്ട് സം ഏരിയാസ് കോൾഡ് ഹൈ ടച്ച് ഏരിയ. ഹൈ ടച്ച് ഏരിയ, ഏറ്റവും കൂടുതൽ തൊടുന്ന ഭാഗങ്ങൾ. അതിന്റെ കൂട്ടത്തിൽ ഈ ഡോറിന്റെ ഫ്രെയിം ഉണ്ട്, ഡോറിന്റെ ഹാൻഡിലുണ്ട്, ഡോറിന്റെ കൊളുത്തുകൾ ഉണ്ട്, പിന്നെ അതുപോലെ ചുമരുകൾ, സ്വിച്ച് ബോർഡ്, പിന്നെ ഓഫീസിനകത്താണെങ്കിൽ തന്നെ അവരുടെ ക്യാബിനിലൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ, മൗസ്, കീബോർഡ്, ഇങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ട്. സ്വിച്ച് ബോർഡ്സ്, റെഗുലേറ്റേഴ്സ്, ഇതെല്ലാം, ഫോണ്. അപ്പൊ അത് ആ ഏരിയാസിനെ വളരെ കെയർഫുൾ ആയിരിക്കണം. അതിനെ എപ്പോഴും കഴിയുന്നത്ര നല്ല രീതിയിൽ അതിനെ ഡിസിൻഫെക്ട് ചെയ്യുക, അതിലേക്കുള്ള ടച്ച് മിനിമൈസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഈ മറ്റ് എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ. വെന്റിലേഷൻ വേണം. അപ്പൊ ചില ഓഫീസുകളിൽ നമ്മളെല്ലാം തുറന്നാലും ഒരു കാറ്റോട്ടമില്ല. കാറ്റോട്ടം ഇല്ലാത്ത സ്ഥലത്ത് ഈ വൈറസിന്റെ വ്യാപനം കുറച്ചും കൂടെ കൂടും. സോ യു നീഡ് 1 way വെന്റിലേഷൻ. അപ്പോൾ ഒരു യൂണി ഡയറക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ലാമിനാർ എന്ന് പറയാവുന്ന രീതിയാണ്. ഒരു ഡയറക്ഷനിലേക്ക് വെന്റിലേഷൻ, ഒരു സൈഡിൽ നിന്ന് കാറ്റ് ഇങ്ങനെ കയറുക, വേറെ സൈഡിൽ നിന്ന് പോവുക. അതിന് ഇന്നോവേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡ് ഫാൻ ഉണ്ടല്ലോ, പെഡസ്റ്റൽ ഫാൻ എന്ന് പറയുന്ന ഒരു സ്റ്റെമ്മിന്റെ മുകളിൽ നിൽക്കുന്ന വലിയ ഫാനുകളുണ്ട്. അപ്പൊ ഇത് കുറച്ചെണ്ണം സംഘടിപ്പിച്ച് ഒരു സൈഡിലെ വിൻഡോസിലെല്ലാം ഇത് വിൻഡോയിനോട് ചേർന്ന് പുറത്തേക്ക് തിരിച്ചു വെച്ചേക്കുക. അതിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്, വലിയൊരു ഹാൾ ആണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. അതിന്റെ മറ്റേ സൈഡിലാണെങ്കിൽ ഇൻവേർഡ് തിരിച്ചു വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ സൈഡിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എക്സോസ്റ്റ് പോലെ ഇത് ജനലിന്റെ അടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് തിരിച്ചു വെച്ചാൽ വാട്ട് ഹാപ്പൻസ്, ഇതെല്ലാം റൺ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കാറ്റ് എൻ്റർ ചെയ്യും, ഈ മറ്റേ ഇത് പുറത്തേക്ക് എവിടെ തിരിച്ച് ആ ജനലിൽ കൂടെ എപ്പോഴും പുറത്തേക്ക് ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് ദ എയർ ഇൻസൈഡ് ദ ഓഫീസ് ഗെറ്റ്സ് ചേഞ്ച്. അതിന് എയർ ചേഞ്ച് നമ്മൾ ടെക്നിക്കലി പറയും. അപ്പൊ അകത്തുള്ള വായു തന്നെ
ഫ്രീക്വന്റ് ആയിട്ട് അത് മാറ്റപ്പെടുന്നുണ്ട് ഈ ഫാനിന്റെ ഒഴുക്ക് കാരണം, ഫാൻ ജനറേറ്റ് ചെയ്യുന്ന കാറ്റിന്റെ ഓട്ടം കാരണം. ദാറ്റ് ഓൾസോ മേക്സ് യുവർ ഓഫീസ് മച്ച് മോർ സേഫ് ദാൻ അതർവൈസ്. ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ. ഞാൻ ഡോക്ടറാണ്, പക്ഷെ പറഞ്ഞു തരുന്ന കുറച്ച് എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി അതുപോലെ ഇപ്പൊ ടേബിൾസ്, അപ്പൊ യൂസ് ചെയ്യുന്ന ടേബിളും ഇത് ഹൈ ടച്ച് ഏരിയ, ടേബിളിന്റെ സർഫസ് അതെല്ലാം ഹൈ ടച്ച് ഏരിയ. അപ്പൊ ഹൈ ടച്ച് ഏരിയസ് എല്ലാം ഈ സ്റ്റാൻഡേർഡ് ഡിസിൻഫെക്ടന്റ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക, ചെയർ ബാക്ക് മുതലായ എല്ലാ സ്ഥലങ്ങളും. സോ ഇതൊക്കെയാണ് വർക്കിംഗ് ഫ്ലോറും വർക്കിംഗ് റൂമിനകത്തുള്ള ചില സൂക്ഷിപ്പുകൾ. പിന്നെ ജനറൽ ആയിട്ടുള്ള ബ്രേക്ക് ദ ചെയിൻ എല്ലാവർക്കും അറിയാം. ഇനി മനുഷ്യരുടെ പെരുമാറ്റത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് ബ്രേക്ക് ദ ചെയിൻ, ഹ്യൂമൻ ബിഹേവിയർ. വി ആർ നൗ കമ്മിങ് ടു ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിൽ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു ഷോർട്ട് ഫോം ആണ്. ഒന്ന്, നമ്മൾ എപ്പോഴും മാസ്ക് വെയർ ചെയ്യണം. മാസ്ക് വെയർ ചെയ്യുന്നത് എനി ഗ്രൂപ്പ്, ഈവൻ സപ്പോസ് യു ആർ ഇൻ എൻ ഓഫീസ് ആൻഡ് യു ആർ സിറ്റിംഗ് എലോൺ, ഒറ്റയ്ക്കിരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ പണിയെടുക്കും. അപ്പൊ അവിടെ ആരും വരാൻ വഴിയില്ല. പക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടർ വേറെ ആരെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ആയിരിക്കാം, അല്ലെ വേറെ ആരെങ്കിലും വന്നിട്ട് അത് തൊടും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓഫീസർ വന്നത് സെയിം യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നാൽ സെയിം കമ്പ്യൂട്ടർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും ഇല്ലാത്ത നേരത്ത് പോലും നിങ്ങൾ മാസ്ക് ഇടണം. എന്താ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രവങ്ങൾ ആ കമ്പ്യൂട്ടറിൽ വന്ന് തട്ടും. മാസ്ക് കെട്ടുമ്പോൾ ഓഫീസ് ഒരു സോഷ്യൽ എൻവയൺമെന്റ് ആണ്, ഹോസ്പിറ്റൽ എൻവയൺമെന്റ് അല്ല. അപ്പൊ അവിടെ N95 വല്ലാത്ത കൂടിയ മാസ്കുകളൊന്നും വേണ്ട, ഓർഡിനറി ഹോം മെയ്ഡ് ഫേസ് കവർ. അപ്പൊ ഇത് തയ്ച്ച ഫേസ് കവേഴ്സ് ആണ്. ഈ ഫേസ് കവർ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഐഡിയൽ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ചരട് ഉള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ കിട്ടുന്നൊക്കെ ഇങ്ങനത്തെ ഒരു ലൂപ്പ് ഉള്ള സാധനം, രണ്ട് സൈഡിലും ഇങ്ങനെ ലൂപ്പ്. അപ്പൊ ഇത് ചെവിയിൽ ഇങ്ങനെ ഞാണ്ടി കിടക്കുന്ന രീതിയിൽ. പക്ഷെ ഈ ലൂപ്പിന്റെ നീളം കൂടുന്തോറും ഇത് ലൂസായി അവസാനം മുഖത്തിന്റെ മുമ്പിൽ ഒരു സഞ്ചി വരെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് റിയലി പ്രൊട്ടക്ട് ചെയ്യും. നല്ല ടൈറ്റായി നിന്നാലാണ് പ്രൊട്ടക്ട് ചെയ്യുക. നമ്പർ 1. നമ്പർ 2, ഇതിന് വേണ്ടത്ര വീതി, ഈ ഡയറക്ഷനുള്ള വീതി ഉണ്ടോ എന്ന് നോക്കണം, ഇങ്ങനെ അറ്റം വരെ ഇവിടെ വരെ എത്താൻ. മൂന്നാമത്തത്, ഇത് അപ്പ് ആൻഡ് ഡൗൺ വീതി നല്ലോണം വരാനാണ് പ്ലീറ്റ്സ്. സോ ഇത് കെട്ടുമ്പോൾ നോക്കിക്കൊള്ളണം. ഇത് കെട്ടുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ കെട്ടി കാണിക്കുന്നു, ബാക്കിലെ നോട്ടുള്ള ടൈപ്പ് ഇങ്ങനത്തെ ചരടാണ്, നമുക്ക് വേണ്ട വിധത്തിൽ ടൈറ്റൻ ചെയ്യാം. മറ്റേ ലൂപ്പിനെ അങ്ങനെ ടൈറ്റൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും. എന്റെ മൂക്കിന്റെ ടിപ്പ് ഇവിടെ ഇരിക്കുകയാണ്, ഇതാണ് എന്റെ മൂക്കിന്റെ അറ്റം, കാണാമല്ലോ. പക്ഷെ മാസ്കിന്റെ ടോപ്പ് വന്നുകൊണ്ട് ഇവിടെയാണ്. സോ ഇത്രയും ദൂരം കൂടെ പ്രൊട്ടക്റ്റഡ് ആണ്. പലരും തന്നെ നാളെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നോക്കിക്കോളൂ, പലരുടെ മാസ്ക് ഇരിക്കുന്നത് ഈ മൂക്കിന്റെ ഈ ടിപ്പിലാണ് മാസ്ക് ഇരിക്കുന്നത്. അതായത് മൂക്ക് പുറത്താണോ പുറത്ത്, അകത്താണോ അകത്ത്, ആ വിധത്തിലാണ്. നാച്ചുറലി മൂക്കിന്ന് വരുന്ന ശ്വാസമല്ല ഇവിടുന്ന് ഇഷ്ടം പോലെ പുറത്ത് വരും. ദെയർഫോർ അതുപോലെ അകത്തേക്ക് വരാനുണ്ടെങ്കിൽ അതും കയറിപ്പോകും. അപ്പൊ അങ്ങനെ ഈ അറ്റത്തിങ്ങനെ കഷ്ടിച്ച് ബോർഡർ പോലെ വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. നല്ലോണം മുകളിൽ പോകണം. ഇതിന്റെ താഴെ എന്റെ വായ് ഇവിടെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ് അത്രയും ദൂരം താഴെ വന്ന് താടിക്ക് അടിയിൽ വന്നിട്ടാണ് മാസ്കിന്റെ ബോർഡർ, ഡോറും. സൈഡ് നല്ലോണം സൈഡിലോട്ട് വന്നു, ഇവിടെ ഗ്യാപ്സും ഇല്ല. ഇതാണ് കെട്ടൻ രീതി. സോ ദെയർഫോർ ഇനി നമ്മൾ മാസ്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോഴും അതിന്റെ ഭംഗിയും അതിന്റെ ബോർഡറും അതിന്റെ കളറും ഡിസൈനും നോക്കാതെ വീതികൾ നോക്കി കവറേജ് നോക്കി വേണം മാസ്ക് മേടിക്കാൻ. ഒറിജിനൽ നമുക്ക് കടയിലെ ലൂപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഈ ചരട് വെച്ച് തയ്ച്ച് പിടിപ്പിച്ച് കെട്ടുന്ന രീതിയാക്കിയാൽ ഇറ്റ് മേക്സ് യു സേഫർ. ബാക്കിയുള്ള ആൾക്കാർ എന്തോ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, പക്ഷെ ഓരോ ആളും അവരവർ ചെയ്യുന്ന സേഫ്റ്റിയാണ് അവരുടെ ഫാമിലിയുടെ സേഫ്റ്റി. ഐ എം വെരി കൺസേൺഡ് അബൌട്ട് ഫാമിലി സേഫ്റ്റി. കാരണം കുടുംബത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ വൾണറബിൾ പീപ്പിൾ ഉണ്ട്, കുഞ്ഞു മാവകളുണ്ട്, എൽഡറായിട്ടുള്ള പേരൻസും മറ്റാൾക്കാരും ഉണ്ട്, ഡയബറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. വീട്ടിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ വൾണറബിൾ ഗ്രൂപ്പ് വളരെ കൂടുതലാണ്. ഓഫീസിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചാൽ വേണ്ട. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ പ്രത്യേകിച്ചൊന്ന് സൂചിപ്പിച്ചത്. സോ അതാണ് മാസ്ക് യൂസ് ചെയ്യുന്ന രീതി. രണ്ടാമത്തത് ഫിസിക്കൽ ഡിസ്റ്റൻസ് നേരത്തെ പറഞ്ഞു, 1.5-2 മീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാത്ത വളരെ നല്ലത്. മൂന്നാമത്തെ കൈ കഴുകുന്ന കാര്യം പറഞ്ഞു. സോ ദീസ് 3 കംപ്രൈസ് ദ ബ്രേക്ക് ദ ചെയിൻ പ്രോട്ടോകോൾ. ഇനി ഓഫീസിനകത്ത് പകർച്ച നടക്കുന്ന ഒരു സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ മാസ്ക് ഉണ്ടെങ്കിൽ പോലും സംസാരിക്കുന്ന എപ്പോഴാണ്? നമ്മൾ സംസാരിക്കുന്നത് ലഞ്ച് ബ്രേക്കിനും ടീ ബ്രേക്കിനുമാണ്. കാരണം നമ്മളിങ്ങനെ മാസ്കിനകത്തൊക്കെ ഇരുന്ന് പേടിച്ച് ചുറ്റും നോക്കി കൊറോണ 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 എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒന്ന് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യാനാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. ലഞ്ച് ടൈമിനെങ്കിലും ഇതൊന്ന് ഊരിക്കളയാമല്ലോ. കാരണം എല്ലാവരും ഇതിനെ ഒരു ന്യൂസൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതിനെ ഊരിക്കളയാമല്ലോ. ലഞ്ച് ടൈമിൽ ഇതൊക്കെ ഊരി മാറ്റി ആഹാരം കഴിക്കുമ്പോൾ സമാധാനമായിട്ട് എല്ലാവരും വെച്ച് സവാച്ച് കഴിക്കും. വളരെ റിസ്കി ബിസിനസ്സാണ്. ലഞ്ചിന് ക്ലോസ് ആയിട്ടിരുന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിരിക്കുന്നു, സംസാരിക്കുന്നു, അതൊരു സ്പ്രെഡിന്റെ ചാൻസ് ആകാം. അതുകൊണ്ട് ലഞ്ച് ടൈം എന്ത് ചെയ്യണം? സ്റ്റാഗേർഡ് ലഞ്ച് ടൈം, സോ ദാറ്റ് എല്ലാവരും ഒരുമിച്ച് പോകാതെ ടൈമുകൾ മാറ്റി മാറ്റി തമ്മിൽ മ്യൂച്വലി അഡ്ജസ്റ്റ് ചെയ്യുക. ചെല്ലുമ്പോൾ തന്നെ മുറിയിൽ അധികം ആൾക്കാരില്ലാതെ ഉണ്ടെങ്കിൽ എപ്പോഴും 1.5-2 മീറ്റർ ദൂരെയുള്ള സീറ്റിംഗ് ആണ് നല്ലത്. അവിടുത്തെ ഡൈനിങ് ടേബിൾ റൂമിലെ വിൻഡോസ് എല്ലാം ഫുള്ളി ഓപ്പൺ ആയിരിക്കണം. പിന്നെ അവിടെയും ഇതേപോലെ ക്രോസ് വെന്റിലേഷൻ ആക്കി വെച്ചാൽ വളരെ നല്ലത്.
ആൻഡ് ആഹാരം കഴിക്കുമ്പോൾ മിണ്ടരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ണി റെസ്ട്രിക്ഷൻ ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ആൻഡ് യുവർ കൊളീഗ്സ്. ആഹാരം കഴിക്കുമ്പോൾ നിശബ്ദമായി കഴിക്കുക, ചിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ പരസ്പരം റിമൈൻഡ് ചെയ്യണം, മിണ്ടല്ലേ മിണ്ടല്ലേ എന്നുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് ക്വയറ്റായി കഴിച്ച് വേഗം കഴിച്ചു കഴിഞ്ഞ് പിന്നെ വായൊക്കെ കഴുകി മാസ്ക് കഴുകി പിന്നെ ചിരിക്കുകയോ ബാക്കി ലഞ്ച് ബ്രേക്കിന് ടൈം മുഴുവൻ റിലാക്സ് ചെയ്യാം വേണമെങ്കിൽ. ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടീ ബ്രേക്കിന് ആൾക്കാർ ചെയ്യുന്നു, ഇറങ്ങി ചായ വട എന്നൊക്കെ പറഞ്ഞ് ഈവൻ ഗ്രൗണ്ട് ഫ്ലോർ ക്യാൻറ്റീനിൽ ഉണ്ടെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ടാണ്, ഇത് ക്ലോസ് ആയി നിന്ന് സംസാരിച്ചുകൊണ്ടാണ് ചായയും വടയും കഴിക്കുന്നത്. ബിക്കോസ് ചായ ആൻഡ് വട ഈസ് നോട്ട് ജസ്റ്റ് ന്യൂട്രീഷൻ. ചായയും വടയും ഒരു സോഷ്യൽ റിലാക്സേഷൻ പോയിന്റ് ആണ്. അത് സംസാരിച്ചുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അത് ആ നേരത്തെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ മിണ്ടാതെ കഴിക്കുക ചായയും വടയും, എന്നിട്ട് മാസ്ക് കെട്ടി കഴിഞ്ഞിട്ട് ചിരിച്ചോ കളിച്ചോ എന്ന് വെച്ചാൽ ഷെയർ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നും. ദീസ് ആർ ദ ലൂപ്പ് ഹോൾസ്. നമ്മൾ മാസീവായിട്ട് ഒരു പ്രിവെൻഷൻ നമ്മുടെ കേരളം മുഴുവൻ ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് ദർ ആർ ഗ്യാപ്സ് ആൻഡ് ഐ എം പോയിന്റിങ് യു ടു ദ ഗ്യാപ്സ്. അവിടെയാണ് ഇനി നമ്മുടെ ഇന്റർവെൻഷൻ. അതിന്റെ ആരോഗ്യം തുടങ്ങി കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദിസ് ടു ദ പബ്ലിക് ഓൾസോ. അതാണ് അതിന്റെ ഗുണം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയും കൈ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടേ മാത്രമേ ഇറങ്ങാവൂ. അപ്പൊ ഓഫീസിനകത്താണെങ്കിൽ ബാത്റൂമിൽ നല്ലോണം സോപ്പും വെള്ളം വെച്ച് കഴുകാം. ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ട് ഡ്രോപ്പ് സാനിറ്റൈസർ ഗേറ്റിൽ എക്സിറ്റ് ഗേറ്റിലുള്ള ഗേറ്റിൽ നിന്ന് അതും ആക്കിയിട്ട് നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ട് സൂക്ഷിപ്പ് എല്ലാം പാലിച്ചുകൊണ്ട് വീട്ടിൽ പോകും. വീട്ടിലെത്തി കഴിഞ്ഞാൽ ദെൻ വാട്ട്? ഇഫ് വെൻ യു റീച്ച് ഹോം ഫ്രം ഓഫീസ്, സ്ട്രെയിറ്റ് അവേ പോയി എൽഡർ ആയിട്ടുള്ള പേരൻസിനോട് തൊട്ടുപോയിരിക്കുകയോ നമ്മൾ കൊണ്ടുവന്ന വല്ല കാര്യങ്ങൾ നേരെ അവരുടെ വീട്ടിലുള്ളവരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ കയ്യിലെടുക്കുകയോ ചെയ്യരുത്. പ്രിഫറബിളി വാഷ് യുവർ ഫീറ്റ് ഔട്ട് സൈഡ്. പുറത്തുനിന്ന് തന്നെ കാലൊക്കെ കഴുകി അത് കഴിഞ്ഞ് അകത്ത് പോയി പറ്റുമെങ്കിൽ സ്ട്രെയിറ്റ് അവേ അങ്ങ് കുളിക്കുക. കുളിക്കുമ്പോൾ തലയും കൂടെ കുളിക്കണം. തല കുളിക്കാൻ ചെയ്തിട്ട് കാര്യം തലയും കൂടെ കുളിച്ച് ചേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മക്കളുടെ അടുത്തോ ചെറിയ ബേബീസിന്റെ അടുത്തോ എൽഡർലി പീപ്പിളിന്റെ അടുത്തോ വൾണറബിൾ ഗ്രൂപ്പിന്റെ അടുത്തോ പോകാം. പക്ഷെ അതുവരെയും ഒരു കെയർഫുൾനെസ് വേണം. യു വേർഡ് ദ വേർഡ് റിവേഴ്സ് ക്വാറന്റൈൻ. അപ്പോൾ വളരെ എൽഡർലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് പറ്റുന്നിടത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നൗ ഓൺ ദ വേ ഹോം നിങ്ങൾ വല്ല സാധനങ്ങൾ വാങ്ങിച്ചാണ് പോകുന്നതെങ്കിൽ അതെന്താ ചെയ്യുക? അതിനെ നമ്മൾ സ്ട്രെയിറ്റ് അവേ കൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലും നമ്മൾ കാഷ്വലായിട്ട് ഹാൻഡിൽ ചെയ്തിടരുത്. ഈ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സിനെ ഏൽപ്പിക്കരുത് ഷോപ്പിംഗ് ബാഗ്. ആദ്യമേ പറയുക, നമ്മൾ വൈകുന്നേരം വരുമ്പോഴേക്കും സാധനങ്ങളൊക്കെ വരും, സാധനങ്ങൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, 2 ഷീറ്റ് ന്യൂസ് പേപ്പർ എവിടെയെങ്കിലും പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ടേബിളിലോ എവിടെയെങ്കിലും വർക്ക് ഏരിയ എവിടെയെങ്കിലും തിരിച്ച് വെച്ചേക്കുക. നമ്മൾ ഷോപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ അവിടെ അൺലോഡ് ചെയ്യുക. പച്ചക്കറികളെല്ലാം അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ അതിനെല്ലാം കൂടി എടുത്ത് ഒരു മുങ്ങിയിരിക്കുന്ന ഒരു കൊച്ചു ടബിനകത്ത് വെള്ളത്തിനകത്ത് ഉപ്പോ മഞ്ഞളോ വിനീഗറോ എന്താ, അത് ഇതിനൊന്നും വലിയ എവിഡൻസ് ബേസ് ഒന്നും ഇല്ല. ബട്ട് ദേ മൈറ്റ് ആക്ട്. അതിന് മുക്കിയൊക്കെ വെച്ച് കുറെ കഴിഞ്ഞ് കഴുകിയിട്ടെടുക്കുക. സോപ്പിട്ട് കഴുകാവുന്ന ചില സാധനങ്ങളുണ്ട്, തൊലിയുള്ള സാധനങ്ങൾ, അത് വേണം അങ്ങനെ കഴുകിയെടുക്കാം. ആ ഉണങ്ങി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഷെൽഫിലോ വയ്ക്കാം. ഹാർഡ് തിങ്സ് ലൈക്ക് പാക്കറ്റ്സ്, കവേഴ്സ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എക്സെട്ര വൈപ്പ് ദം വിത്ത് ഐദർ സോപ്പ് സൊല്യൂഷൻ ഓർ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങി കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയോ പുറത്ത് ഷെൽഫിൽ വെക്കുകയോ ചെയ്യാം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ കഴുകുക. ആൻഡ് ദെൻ ഈ പേപ്പർ അങ്ങ് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്ത് ഇറക്കി വെച്ച പേപ്പർ ഡിസ്പോസ് ചെയ്യാം. ദെൻ സോ ഇത് ഷോപ്പിംഗ് പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓൾസോ വെൻ യു ഗോ ടു എ ഷോപ്പ് പ്രിഫറബിളി ഡോണ്ട് ഹാങ് അറൗണ്ട് ദെയർ ഫോർ ലോങ്. നിങ്ങൾക്ക് പരിചയമുള്ള കടയാണെങ്കിൽ നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതി വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഞാൻ ഇത്ര മണിക്ക് വരും ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക്, എടുത്തു വെച്ചേക്കണം. യു ക്യാൻ സെൻഡ് ദാറ്റ് ഡ്യൂറിംഗ് ദ ഡേ ടൈം. വൈകുന്നേരം വരുമ്പോൾ കടയിൽ ചെല്ലുന്നു, കടക്കാരനോടൊക്കെ ചോദിക്കുന്ന എന്റെ സഞ്ചി ഉണ്ടല്ലോ, ഞാൻ ഇത്രയും ലിസ്റ്റ് യെസ് ഉണ്ട്, എത്രയായി എമൗണ്ട് കൊടുക്കുന്നതാണ്. യു വിൽ സ്പെൻഡിങ് 30 seconds or 1 minute ഇൻ ദ ഷോപ്പ്. നേരെ മറിച്ച് അവിടെ പോയി ലിസ്റ്റ് എടുത്തോ ലിസ്റ്റ് ഇല്ലാണ്ടോ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുമ്പോൾ യു വിൽ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 30 minutes ഇൻ എ ഷോപ്പ്. അപ്പൊ കമ്പയർ ദ റിസ്ക് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക്. പിന്നെ ഇനി പോസിറ്റീവ്, ഇതൊക്കെ ശരി. ഇനി ഓഫീസിൽ പോസിറ്റീവ് ആയിരുന്ന ഒരു സംഭവം വന്നു. ഒരാൾക്ക് പെട്ടെന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. യൂഷ്വലി ഭയങ്കര വെപ്രാളം അവിടെ ഉണ്ടാവും. വെപ്രാളപ്പെടുവൊന്നും വേണ്ട. അതുപോലെ അല്ലെങ്കിൽ ഒരാളെ കോൺടാക്ട് ആണെന്ന് കേൾക്കുന്നു, ഒരാൾ വന്ന് പറയണം എന്റെ വീട്ടിലോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് കോൺടാക്ട് ആയി ഒരാൾ വന്ന് റിവീൽ ചെയ്യുന്നു. അത് റിവീൽ ചെയ്യണം. പറയാതെ വന്നു കളയരുത്. സിംറ്റംസ് ഉള്ള ആൾ വന്നു കളയരുത്. സംശയം ഉണ്ടെങ്കിൽ റിവീൽ ചെയ്യുക. ആരോടാണ്? പ്രിഫറബിളി നിങ്ങളുടെ അഡ്മിൻ മാനേജറോ അല്ലെങ്കിൽ ഇതിന്റെ സേഫ്റ്റി ഓഫീസറായി നിങ്ങൾ ഡെസിഗ്നേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയും. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഇമീഡിയറ്റ്ലി വെപ്രാളമൊന്നും വേണ്ട. യു ക്യാൻ കോൺടാക്ട് ദ ലോക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പേഴ്സൺ. അപ്പോൾ ഹെൽത്തിന്റെ ആൾക്കാരുണ്ട്, ഹെൽത്തിന്റെ ഫീൽഡ് സ്റ്റാഫിനെ നിങ്ങൾ ആ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തു. നമ്മുടെ പല പല ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്, ആശാ വർക്കർ സംസാരിക്കുന്നുണ്ട്. ഈ ഫീൽഡ് സ്റ്റാഫാണ് നമ്മുടെ അൺസങ് ഹീറോസ്. നമ്മുടെ കോവിഡ് പട്ടാളത്തിൽ അൺസങ് ഹീറോസ് ആണ്. കാരണം ഡോക്ടറെയും നഴ്സിനെയൊക്കെ എല്ലാവർക്കും പബ്ലിക്കിന് അറിയാം പറ്റി ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. പക്ഷെ കാണാത്ത പട്ടാളം, ഹ്യൂജ് നമ്പർ. ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, പബ്ലിക് ഹെൽത്ത് ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ, പബ്ലിക് ഹെൽത്ത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്,
ആശാ വർക്കർ, ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. യൂണിഫോം ഇല്ല, പുറമേ കാണുന്ന ഗ്ലാമറും ഒന്നും കാണത്തില്ല ചിലപ്പോ, പക്ഷേ ദേ ആർ ദ പീപ്പിൾ ഹു ആർ സേവിങ് അസ്. അപ്പൊ അവരെ എല്ലാ ഏരിയയിലും ഉണ്ട്. അപ്പോൾ ദേ ആർ ഓൾ അറ്റാച്ച് ടു വൺ ഹെൽത്ത് സെന്റർ വിച്ച് ഇസ് നിയർ യു. ഐദർ അർബൻ ഹെൽത്ത് സെന്റർ, UPHC, അല്ലെങ്കിൽ അല്ലാത്ത കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെന്റർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ അറിഞ്ഞുകൂടെങ്കിൽ യു കൻ യൂസ് ദ ദിശ സർവീസ് വിച്ച് ഐ വിൽ ടെൽ യു അബൌട്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർ അവരുമാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക. കാരണം ഓരോ ഏരിയയുടെ രീതി അനുസരിച്ച് ഗൈഡൻസ് ചെയ്യാൻ പറ്റിയ മാറ്റങ്ങൾ കാണും. സോ ദേ വിൽ ഗൈഡ് യു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഓഫീസിൽ ഉടനെ വെപ്രാളമോ നീജർക്കായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും ചെയ്യണ്ട. ദാറ്റ് ഇസ് അബൌട്ട് പോസിറ്റീവ് ഓർ എ കോൺടാക്ട് ഇൻ ഓഫീസ്. പിന്നെ ഞാനിപ്പോ ഇത് ദിശയുടെ കാര്യം പറഞ്ഞു. ദിശ ആരോഗ്യ വകുപ്പിന്റെ സ്വന്തം ഹെൽപ്പ് ലൈൻ ആണ്, നമ്മൾ തന്നെയാണ് റൺ ചെയ്യുന്നത്. അതൊരു കോൾ സെന്റർ, വലിയൊരു കോൾ സെന്റർ ട്രിവാൻഡ്രത്തുണ്ട്. ആ കോൾ സെന്ററിൽ 10-20 ടെർമിനൽസും ഒക്കെ മാൻ ചെയ്യുന്ന ഒരു ടീം അവിടെ ഉണ്ട്. ആ ടീമാണ് ദിശ ടീം. അവര് നിങ്ങളുടെ കോള് സ്വീകരിച്ച് ആർക്ക് വേണമെങ്കിൽ വിളിക്കാം. കോവിഡ് മാത്രമല്ല, എനി എമർജൻസി ഇൻ ദ ഹൗസ്, എനി ഡൗട്ട് അബൌട്ട് എ മെഡിസിൻ, എനി ഡൗട്ട് അബൌട്ട് സം ടെസ്റ്റ് ആൻഡ് റിസൾട്ട്സ് ആൻഡ് ഓൾ ദാറ്റ്, എനി ഡൗട്ട് അബൌട്ട് വാട്സാപ്പിൽ കാണുന്ന മെസ്സേജസും സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംശയാസ്പദമായ മെസ്സേജസ്, യു വാണ്ട് ടു ഗീവ് ഫീഡ്ബാക്ക് അബൌട്ട് സംതിങ് വിച്ച് ഇസ് ഹർട്ടിങ് യു. നിങ്ങളുടെ ഏരിയയിലെ ഹെൽത്ത് സെന്ററിൽ പോയപ്പോൾ ചില അനുഭവങ്ങൾ സുഖമില്ല, അതിന്റെ ഫീഡ്ബാക്ക്, ചില അനുഭവങ്ങൾ വളരെ നല്ലത്, അതിന്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇതെല്ലാം ദിശ വിളിക്കണം. അപ്പൊ ഒട്ടും മടി തോന്നണ്ട. 10-30 സെക്കൻഡ് വെയിറ്റിംഗ് വന്നാൽ പോലും മടി തോന്നരുത്. ഇറ്റ് ഇസ് സച്ച് എ പ്രഷ്യസ് സർവീസ്. അപ്പൊ വിളിച്ചിട്ട് എമർജൻസീസ് ആണെങ്കിൽ 24 മണിക്കൂറും വിളിക്കാം. വീട്ടിലുണ്ടാകുന്ന ഏത് ചെറിയ എമർജൻസി ആണെങ്കിൽ പോലും 24 മണിക്കൂർ നിങ്ങൾക്ക് വിളിക്കാം. അപ്പൊ അങ്ങനെ വിളിക്കണമെങ്കിൽ അതിന് നമ്പർ ഉണ്ട്. ആ നമ്പർ ഞാൻ ഇപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഐ തിങ്ക് യു കൻ സീ ദറ്റ് നമ്പർ. അപ്പൊ അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ സേവ് ചെയ്യണം. ഇത് പേപ്പറിലോ മറ്റു സ്ഥലത്തോ ഉണ്ടായിട്ട് കാര്യമില്ല. 047125522056 ഇതാണ് ദിശന്റെ നമ്പർ. അപ്പൊ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യണം. സേവ് ചെയ്ത് ഫോണിൽ തന്നെ ആക്കി, അത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ സ്ഥലത്തും ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കൊച്ചു ഇതുപോലത്തെ ഒരു നിങ്ങളുടെ തന്നെ സ്വന്തം ഒരു ഇൻട്രോ നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യുക എല്ലാവർക്കും. ദാറ്റ് എൻറ്റയർ പബ്ലിക് ഓഫ് കേരള നോ ദിസ് നമ്പർ. ഒരു സെക്കൻഡ് നമ്പർ ഉണ്ട്, ടോൾ ഫ്രീ നമ്പർ ഇതിനുണ്ട്. അപ്പൊ ആ ടോൾ ഫ്രീ ദിശ നമ്പർ ജസ്റ്റ് 1056 അങ്ങനെ ഒരു നമ്പറും ഉണ്ട്. അപ്പൊ ഇത് 2 നമ്പർ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ലാൻഡ് ലൈൻ നമ്പർ ആയിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ഈസിയായി കിട്ടാൻ ചാൻസ്. അപ്പൊ അങ്ങനെ ആ നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ദിശ. സോ എപ്പോഴും സഹായിക്കുന്ന നമ്പറാണ്. എമർജൻസീസ് എന്ന് പറഞ്ഞാൽ ഏത് ടൈം ഡോണ്ട് ഫീൽ ഹെസിറ്റന്റ്. എത്ര ചെറിയ എമർജൻസി ആണെങ്കിൽ ഒരു ഉപദേശത്തോടു കൂടി ഹാൻഡിൽ ചെയ്താൽ ബെറ്റർ. ബിക്കോസ് നല്ല എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്നുണ്ട് ഒരു മെഡിക്കൽ എമർജൻസി. അപ്പൊ ആ ഉപദേശം കൺസേൺഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് തരിക. സോ ദിശ വിൽ ട്രാൻസ്ഫർ യുവർ കോൾ ടു നമ്മുടെ റോഡിലുള്ള സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതിന് വില്ലിംഗ് ആയിട്ടുള്ള വലിയൊരു ടീമുണ്ട് നമുക്ക് ഡോക്ടേഴ്സ്. അവർ കറക്റ്റ് ആയിട്ടുള്ള ഉപദേശം നിങ്ങൾക്കൊരു സുഹൃത്തിനെ പോലെ തരും. സോ അവരും റിലാക്സ് ആയിട്ടിരിക്കും, നിങ്ങൾക്ക് ഉപദേശം തരും എന്ത് ചെയ്യണം, ചെയ്തുകൂടാ. സംശയങ്ങൾക്കും അതുപോലെ. പക്ഷെ സംശയങ്ങളൊക്കെയാണ് കാഷ്വൽ സംശയങ്ങൾക്ക് ഒരു കാര്യം, രാത്രി 2 മണിക്കൊന്നും വിളിച്ചിട്ട് ജലദോഷത്തിന്റെ കാരണങ്ങളൊന്നും ചോദിച്ചിടരുത്. സംശയങ്ങളൊക്കെ ഡേ ടൈമിൽ വിളിക്കുക, കാഷ്വൽ സംശയങ്ങൾ. എമർജൻസി എനിത്തിങ് എനി ടൈം ഓഫ് ഡേ ഓർ നൈറ്റ് വിളിക്കാം. അതുപോലെ ഇനി ഒരു സർവീസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് ടെലി കൺസൾട്ടേഷൻ സർവീസ് ആണ്. അപ്പൊ ഞാനിവിടെ ഒരു സൈറ്റ് അവിടെ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. eSanjeevani OPD.in/Kerala. ഇത് ഒരു ടെലി കൺസൾട്ടേഷൻ സർവീസ് ആണ്. അതായത് ഇതിനകത്ത് ഇത് ഒരു ആപ്പ് പോലെ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം പ്ലേ സ്റ്റോറിൽ നിന്ന്. അതുപോലെ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ കയറാൻ ഈ സൈറ്റ് ഗൂഗിളിൽ അടിച്ചിട്ട് അതിനകത്തോട്ട് കയറാം. കയറി കഴിഞ്ഞാൽ യു വിൽ എൻ്റർ എ ഹോം പേജ്. ആ ഹോം പേജിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആദ്യം ലോഗിൻ ചെയ്യുന്നു, ഏത് സ്പെഷ്യലിസ്റ്റിനാണ് കാണിക്കുന്നത്. ഒരു ആശുപത്രിയുടെ ഫ്രണ്ടിൽ പോകുന്ന പോലെയാണ്. ഒരു ആശുപത്രി ലോബി ചെന്ന് കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിനാണോ കാണേണ്ടത്, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണണോ, ആരെയാ കാണണമെന്നൊക്കെ ബോർഡ് ഒരു ടൈമൊക്കെ ഉണ്ട്. സ്കിൻ OP ഇത്ര മണി, ഗൈനക്ക് ഇത്ര മണി, ഇന്ന ആൾക്കാർ അവിടെ ഉണ്ട്. സോ ഇതുപോലത്തെ ഒരു ഏരിയ ആണ് ഹോം പേജ്. അവിടെ നിങ്ങൾക്ക് കൗണ്ടറിൽ പോയി നിങ്ങളുടെ പേര് അവിടെ കൊടുക്കുന്നവർ ഇവിടെയും നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം, നമ്പർ രജിസ്റ്റർ ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വെയിറ്റിംഗ് റൂമിനകത്ത് ഒരു ടോക്കൺ വരും, ഓട്ടോമാറ്റിക് ഒരു ടോക്കൺ വരും. ആ ടോക്കൺ നമ്പർ അനുസരിച്ച് നിങ്ങൾ ഒരു വെയിറ്റിംഗ് റൂം, വിർച്വൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അലേർട്ട് വരും, നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ കാണാൻ പോകുന്നുണ്ട്. ആ ടൈം വരുമ്പോൾ യു സ്വിച്ച് ഓൺ യുവർ വീഡിയോ. അത് കഴിഞ്ഞാൽ ഡോക്ടർക്ക് നിങ്ങളെയും കാണാം, നിങ്ങൾക്ക് ഡോക്ടറെയും കാണാം. വി ഹാവ് ടീംസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ഓൾ കാറ്റഗറീസ്. അവരോട് നേരിട്ട് ചോദിച്ച്
എന്തെങ്കിലും കാണിച്ചു കൊടുക്കാണ്ട് അതും കാണിച്ചു. സോ ഡോക്ടർ ഇവിടെ ഒരു മുറിവ് വന്ന് പഴുത്തു, അല്ലെ ഇവിടെ ഒരു നീര് വന്നു, അല്ലെ ഇവിടെ കണ്ടോ എന്റെ ചെവി, എന്റെ കുട്ടിയെ കണ്ടോ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ കാണിക്കുന്നു, ശ്വാസം മുട്ട് കാണിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടിട്ട് നമുക്ക് ഒരു ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റും. ബെറ്റർ തന്നെ ജസ്റ്റ് an ഓർഡിനറി ഫോൺ കോൾ. സോ അതാണ്. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. നേരിട്ട് തൊട്ട് എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ ഡയബറ്റീസ് ഉള്ള ഒരാള്, BP ഉള്ള ഒരാള്, അപ്പൊ അവരുടെ മരുന്ന് ഫോളോ അപ്പ്, അവർ നമ്മുടെ ക്യാൻസർ പേഷ്യൻസ് ഓരോ തവണ ട്രിവാൻഡ്രത്ത് RCC വരെ ഓടി വരാതെ ഇതിൽ കൂടെ നിങ്ങൾക്ക് ക്യാൻസർ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ചെക്കപ്പിനെ പറ്റി, അടുത്ത എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കീമോതെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി, മറ്റ് അതിൽ വരുന്ന സൈഡ് ഇഫക്ട്സിനെ എങ്ങനെ റെമഡി ചെയ്യണം മുതലായ പ്രഷ്യസ് ആയിട്ടുള്ള അഡ്വൈസ് അവരെത്തി. ഓക്കെ, സോ eSanjeevani.OPD.in/Kerala. ഈ /Kerala എന്താണ്? വെറും IN അടിച്ചാലും കിട്ടും. അതിപ്പോ ഹോം പേജ് ഇംഗ്ലീഷിലായിരിക്കും. /Kerala അടിച്ചു കഴിഞ്ഞാൽ ഹോം പേജ് മലയാളത്തിൽ കിട്ടും. അപ്പൊ നമ്മൾ സാധാരണ പബ്ലിക്കിനും അത് ഷെയർ ചെയ്ത് കൊടുത്താൽ മലയാളത്തിലുള്ള സാധനങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ വരും. /Kerala ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വരും. വെറും eSanjeevani.OPD.in ആണെങ്കിൽ. സോ ഇതും നിങ്ങൾ പബ്ലിസൈസ് ചെയ്താൽ നിങ്ങൾക്കും നല്ലതാണ്, നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫിനും നല്ലതാണ്, മാത്രമല്ല നാട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വളരെ പ്രഷ്യസ് സർവീസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം സൂയിസൈഡ്, ഡിപ്രഷൻ, സങ്കടം, അതുപോലത്തെ കാര്യങ്ങൾ കുടുംബങ്ങളിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പലപ്പോഴും യങ് പീപ്പിൾ ആണ് അതിനകത്ത് ഇൻവോൾവ്, ഓൾഡ് പീപ്പിളും ഉണ്ട്. ആർക്കെങ്കിലും ഒരു ടെൻഷൻ, ആങ്സൈറ്റി ഡ്യൂ ടു ജനറൽ എൻവയൺമെന്റ് ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടോ, അല്ലെ സ്പെസിഫിക്കലി പോസിറ്റീവ് ആയപ്പോഴേക്കും ഭയങ്കര പേടി വന്നു, ഞാൻ ലൈഫ് എൻഡ് ചെയ്ത് കളയാന്നൊക്കെ തോന്നുന്നെങ്കിൽ നമുക്ക് ദിശ വഴിയും eSanjeevani OP വഴിയും സൈക്കോളജിക്കൽ സപ്പോർട്ട് ടീമുണ്ട്. ദിശ ഫോൺ ചെയ്താൽ മാത്രം തന്നെ 1200ഓളം സൈക്കോളജിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റുകൾ നമുക്കുണ്ട്. അവരാരെങ്കിലും ഒരാൾ എത്ര മണിക്കൂർ വേണമെങ്കിൽ സംസാരിച്ച് ഒരാളുടെ മനസ്സിന് സമാധാനവും ബോർഡ് മാറ്റിയെടുക്കാൻ അവരെ സഹായിക്കും. സോ ഒരു വിഷമവും ഇല്ലാണ്ട് അവരെ വിളിക്കാം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ കൗമാര കുട്ടികളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്ത 10-40 കൗമാര കൗൺസിലർമാർ സ്പെഷ്യലായിട്ടുണ്ട്. സോ അവരോട് സംസാരിച്ചാൽ ഏത് ടീനേജ് കുട്ടികളെ സമാധാനിപ്പിക്കാനും അവരെ മനം മാറ്റിയെടുക്കാൻ അവർക്ക് വളരെ നല്ലതാണ്. ഏത് കാര്യങ്ങൾക്കും വഴക്കൂടിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. സോ അത് ഫോൺ വഴി, ദിശ വഴി ചെയ്യാം. eSanjeevani OPD വഴി അഡോളസെന്റ് എന്നുള്ള സ്പെഷ്യാലിറ്റി പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്കോ, നിങ്ങൾക്ക് പേരൻസ് ആയ നിങ്ങൾക്കോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇൻഡിവിജ്വലി മക്കളെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒക്കെ എത്ര നേരം വേണമെങ്കിലും eSanjeevani OPD വഴി നമ്മുടെ കൗൺസിലേഴ്സുമായിട്ട് നേരിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം. നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് സൂക്ഷിക്കുക. ദാറ്റ് മീൻസ് വി വിൽ നോട്ട് സ്റ്റോർ ഓർ ഷെയർ എനി ഡീറ്റെയിൽസ് വിത്ത് എനിബഡി. നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ഡീറ്റെയിൽസും പങ്കുവയ്ക്കുക എന്നുള്ള ധൈര്യത്തിൽ ആ കോൺഫിഡൻഷ്യാലിറ്റി is our promise. So you can openly talk about anything that is disturbing. അപ്പൊ അതാണ് eSanjeevani. പിന്നെ ഇപ്പോഴത്തെ സീസണിൽ ഓഫീസിന്റെ കൂടെ തന്നെ 2-3 കാര്യങ്ങൾ റിവേഴ്സ് ക്വാറന്റൈൻ ഞാൻ സൂചിപ്പിച്ചു. വൾണറബിൾ ഗ്രൂപ്പിന് കിട്ടാതിരിക്കാൻ എക്സ്ട്രാ കെയർ, ഇത്രയാണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ഷോപ്പിംഗ് പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞു, കമ്മിങ് ഹോം പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞു. ഇനി എലക്ഷൻ ടൈമാണ്, അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും വീട് വിസിറ്റ് ചെയ്യും. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വരുന്നവരെയും മാസ്ക് വെയർ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം. അവര് നമ്മുടെ കാൻഡിഡേറ്റ്സ് ആണ്, നമ്മുടെ സപ്പോർട്ടേഴ്സ് ആണ്, നമ്മൾ കാണാൻ വരുന്ന പാർട്ടീസിലെ മെമ്പേഴ്സ് ആണ്. അവർ വരുമ്പോൾ അവരാരെങ്കിലും മാസ്ക് ഒന്നും ഇല്ലാതെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരു അവകാശമുണ്ട് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാൻ. ഒന്ന്. രണ്ടാമത്തത്, എല്ലാ ഇന്ററാക്ഷനും 2 മീറ്റർ ദൂരത്ത് നിന്ന് മതി. ഷേക്ക് ഹാൻഡ്സ്, കൈ കൊടുക്കൽ, കെട്ടിപ്പിടിക്കുക, കുട്ടികളെ കയ്യിലെടുക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഈ കാലത്ത് സേഫ്. കാരണം വൈറസിന് സിമ്പതിയില്ല, സ്നേഹമില്ല, ദേഷ്യമില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ഇംപാസീവ് ആയിട്ട് പകരും. വൈറസിന് പാർട്ടി ഇല്ല, ലെഫ്റ്റ് ഇല്ല, റൈറ്റ് ഇല്ല, ഗ്രീൻ ഇല്ല, റെഡ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ വൈറസിന് എങ്ങനെ വേണേൽ പകരാം. സോ ബി കെയർഫുൾ. അതുപോലെ ബ്രോഷേഴ്സും ഒക്കെ ഇലക്ഷൻ പീപ്പിൾ തരും. നമ്മൾ കയ്യിൽ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ എൽഡർലി പീപ്പിൾ, വൾണറബിൾ ഗ്രൂപ്പിന് നേരിട്ടെടുത്ത് കൈ കൊടുക്കരുത്. സാനിറ്റൈസർ സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം തൊട്ടാൽ മതി. നേരിട്ട് സാധനങ്ങൾ, കാരണം അത് പലരും തൊട്ടതായിരിക്കാം, അതിനകത്ത് പല ആൾക്കാരും തൊട്ട മെറ്റീരിയൽസ് ആയിരിക്കും വീടുകളിൽ. അപ്പൊ അതുകൊണ്ട് അത് നേരിട്ട് കയ്യിലെടുക്കാതെ ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തൊടാം. പക്ഷെ അതുവരെ നേരിട്ട് എൽഡർലി പീപ്പിളൊന്നും എടുത്ത് വായിച്ച് കളിയൊന്നും ചെയ്യാണ്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഹോം ഡെലിവറിക്ക് ഇപ്പൊ നമുക്കറിയാം ഫുഡ് ഡെലിവറി ഉണ്ട്, മറ്റു പല സാധനങ്ങൾ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ ഏജൻസിയിൽ നിന്ന് വാങ്ങും. പെട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറം ആദ്യം സാനിറ്റൈസിങ് സ്പ്രേ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ അകത്ത് ഇതേപോലെ നമ്മൾ വൈപ്പ് ഡൗൺ ചെയ്യുക. എല്ലാം വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാവും. ഒന്നും എടുത്ത് നേരിട്ട് കുട്ടികൾക്കോ വൾണറബിൾ ഗ്രൂപ്പിനോ കൊടുക്കരുത് എന്നുള്ള ഒരു സൂക്ഷിക്കും. സോ ബേസിക്കലി ദിസ് ഇസ് ഇറ്റ്. ഞാൻ ടൈം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ ബീന, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോയത്. ബട്ട് ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് എ ലോട്ട് ഓഫ് പോയിന്റ്സ് വിച്ച് യു മൈറ്റ് നോട്ട് ഹാവ് ഹേർഡ് ഏർലിയർ. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ യു ക്യാൻ ഇൻക്രീസ് യുവർ ലെവൽ ഓഫ് സേഫ്റ്റി
സെവറൽ ഫോൾഡ്, എത്രയോ മടങ്ങ് നിങ്ങളുടെ സേഫ്റ്റി കൂട്ടാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നത്, എന്തായാലും കോവിഡ് വരും പോയി, ഇപ്പൊ കണ്ടില്ല എത്രയോ ലക്ഷം ആൾക്കാർക്ക് വന്നു പോയി, എന്തിനാ സൂക്ഷിക്കണം? അങ്ങനെയല്ല. കോവിഡ് വരുന്നതിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് നമ്മളിപ്പോ കണ്ടുവരുന്നത് പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ ചിലത് ഗുരുതരമായിട്ടുള്ളതുമുണ്ട്. കുറെ എണ്ണം മൈൽഡാണ്, പക്ഷെ അതിൽ ഗുരുതരമാകാവുന്ന പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളുണ്ട്. എന്തിനാ ലോട്ടറി എടുക്കുന്നത്? ആർക്കാണ് പ്രോബ്ലം വരുന്നത്? നമ്മളാണോന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ 0.1% നമ്മുടെ ഡോക്ടേഴ്സ് പറയുകയാണെങ്കിലും നിങ്ങളാണ് ആ 0.1 എങ്കിൽ കിണിഞ്ഞു. അപ്പൊ അതുകൊണ്ട് 0.01 ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് 0.01 പെടുന്നെങ്കിൽ നമ്മൾ പെട്ടു. ബിക്കോസ് ലോട്ടറി ടിക്കറ്റ് അങ്ങനെയാണല്ലോ. സോ സെവറൽ ലാക്സ് ഓഫ് പീപ്പിൾ ടേക്ക് ദ ടിക്കറ്റ്, 1 person gets 50 crore. ആ കിട്ടിയാൾക്ക് കിട്ടി 50 crore. പക്ഷെ അല്ലാത്തവർക്ക് കാര്യമില്ലെന്ന് ഇയാൾക്ക് കിട്ടിയില്ലേ? അതുപോലെയാണ്, റിവേഴ്സ് ആണത് കാര്യം. സോ ബി കെയർഫുൾ. അങ്ങനെ കാഷ്വലായിട്ട് ട്രീറ്റ് ചെയ്യരുത്. ബി സേഫ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സർവീസ് ഒക്കെ പറഞ്ഞെങ്കിലും ഞാൻ DFPന്റെ ഒരു പഴയ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക്, അല്ലെ ROBന്റെ വളരെ പഴയ 27 വർഷത്തെ പരിചയമുള്ളൊരു ടീമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ നമ്പർ കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഫീൽ ഫ്രീ. അത് വാട്സാപ്പ് ഉള്ള നമ്പറാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ഇൻ കോൺടാക്ട് മീ. ഞാൻ പീഡിയാട്രിഷ്യനാണ്. എന്റെ ബേസിക് ജോലിക്ക് പുറമെ ഞാൻ പീഡിയാട്രിഷ്യനാണ്. എന്തെങ്കിലും അഡ്വൈസ് ചിലപ്പോൾ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പൊ ഈ നമ്പറും സേവ് ചെയ്ത് വെച്ചോ. എന്നെ വിളിക്കാൻ മടിക്കണ്ട, അല്ലെ വാട്സാപ്പ് ചെയ്യാൻ മടിക്കണ്ട. ദിസ് ഫോർ എവറിബഡീസ് ഹെൽപ്പ്. അങ്ങനെ പിന്നെ കോൾ എടുക്കാൻ പ്രയാസമാവോ, ഡോക്ടർക്ക് മടിയാവോ എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയാണ് ഞാൻ ഈ നമ്പർ ഇങ്ങനെ തരില്ലായിരുന്നു. ബിക്കോസ് ഐ എം ഗിവിംഗ് യു, യു ക്യാൻ റിയലൈസ് ദറ്റ് നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ. നോ പ്രോബ്ലം കോളിംഗ് മീ അറ്റ് എനി ടൈം ഓർ ഗിവിംഗ് മീ എ മെസ്സേജ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ച് 2-3 എണ്ണം, ഇപ്പോൾ എമർജൻസി ആണെങ്കിൽ യു ക്യാൻ കോൾ മീ. 2 എണ്ണം വിളിക്കാൻ തെറ്റൊന്നുമില്ല. എത്ര ബിസി സമയമാണെങ്കിൽ ഐ വിൽ യൂഷ്വലി റെസ്പോണ്ട്. പിന്നെ എമർജൻസി ആണ്, ഒരു മെസ്സേജും കൂടി ഇട്ടുവെച്ചാൽ ഐ വിൽ റെസ്പോണ്ട് സംഭവം. എമർജൻസി ആണെങ്കിൽ മെസ്സേജ് ഇട്ട് കാത്തിരിക്കരുത്. നമുക്കറിയാം, ഫയർഫോഴ്സിലേക്ക് മെസ്സേജ് ഇട്ടിട്ട് കാത്തിരിക്കരുത്. വീട്ടിന് തീ പിടിക്കുമ്പോൾ SMS കൊടുത്തിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല. റിയൽ എമർജൻസി യു ക്യാൻ കീപ് ഓൺ റിംഗിങ്. 3 റിംഗൊക്കെ ആകുമ്പോൾ ഞാൻ എടുക്കും. ബട്ട് അതർവൈസ് കാഷ്വൽ തിങ്സ് യു ക്യാൻ ഓൾവേസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ബിക്കോസ് പാർട്ട് ഓഫ് മൈ ജോബ് ആസ് നോഡൽ ഓഫീസർ. നമ്മളെല്ലാം വലിയ വലിയ ജോബ് ചെയ്യുന്നത്. നമുക്ക് ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈസ് സോ സ്ട്രോങ്. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് അതിലും സ്ട്രോങ് ആയിട്ടും. A very good chain of command and brilliant work at all the teams all over the districts. So we have the best of the lot. ഇന്ത്യയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, we have such a super team above and below. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. സോ അതിൽ ആ ധൈര്യത്തിൽ നിങ്ങൾക്കും ഇരിക്കാം. ബട്ട് ഓൾവേസ് ആസ്ക് ഫോർ അഡ്വൈസ്. അങ്ങനെ ചോദിക്കുന്ന ശീലം നമുക്കില്ല അഡ്വൈസിന്. ആ ശീലം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ വി ക്യാൻ എത്രയോ മെഡിക്കൽ ആയിട്ടുള്ള അറിവില്ലായ്മ മാറ്റാം, എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാം, ആൻഡ് സേഫ് തിങ്സ് നമുക്ക് ചെയ്യാം. സോ വിത്ത് ദാറ്റ് ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ബട്ട് ഐ എം സ്റ്റിൽ ഹിയർ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഐ എം ഫ്രീ ഹിയർ. സോ അക്കോർഡിംഗ് ടു യുവർ ടൈം ബീന, നിങ്ങളുടെ ടീമിനെ ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. ആൻഡ് വൺ വേർഡ്, എനിക്ക് തോന്നുന്നു ഞാൻ ഡയറക്ടർ അല്ലേ, മിസ്സസ് ഡോക്ടർ നീതു അല്ല, Neetu Sona, and belong to... Yes. Yes. So really welcome aboard as a medical person. And the other thing is that belong to Kannur, they also my mother. So special affinity and also feel and I heard good things. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു വൈകിയ വേളയായതുകൊണ്ടാലും വരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ളൊരു ഫീൽ ആയിരിക്കും. അതെ, ഡോക്ടറുടെ നമ്പർ ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. ഡോക്ടർ വളരെ എന്താ പറയുക, ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ഇത്രയും ഒരു പ്രൊഫഷൻ എടുത്തിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഡോക്ടറുടെ സ്പീച്ച് തന്നെ. എപ്പോൾ വേണമെങ്കിലും വിളിക്കാന്നൊരു ഡോക്ടർ പറയുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഈ കോവിഡ് എന്ന് പറയുന്ന അസുഖം വന്നു, പലർക്കും വന്നിട്ട് പോയി. പലരും ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോസിറ്റീവ് ആയാന്, ഞാനൊക്കെ ടെസ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ട് നെഗറ്റീവായിട്ട് തുടരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഡോക്ടർ. ഡെഫിനറ്റ്ലി very valuable words from you.
ആൻഡ് ഡോക്ടർ ഇത്രയും നാളെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ബബീന മാഡം പറഞ്ഞ പോലെ ഈ പാൻഡമിക് പൊട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടറുടെ ഉൾപ്പെടെയുള്ള ഒരു പ്രോഗ്രാം നമുക്ക്